അത്താണി റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി. അത്താണി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ആളുകളുടെ ഒത്തുചേരലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധ്യക്ഷൻ പറഞ്ഞത്. അല്ലെ, ഒരു വീട്ടിലെ ആളുകൾ തന്നെ സ്വന്തം അനുജനായാലും സഹോദരങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഈ 140 വീടുകളിൽ നിന്നായി പല ജാതിയിലുള്ള ആളുകളുടെ ഈ ചേർന്നുള്ള ഈ ഓണാഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷം തരുന്നത്. ഇന്നിവിടെ പല കലാപരിപാടികളും ഒക്കെ തന്നെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ആളുകളും നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിക്ക് ഞാൻ കൂടുതലായി ഇതിലേക്ക് പറയുന്നില്ല. ഇനി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കേണ്ടതുണ്ട്. പല അത്താണി റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സംഘടനകളെക്കാളും വളരെ നല്ല രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ഇങ്ങനെ ഒരു സംഘടന മറ്റുള്ള സംഘടനകൾക്ക് തന്നെ ഒരു മാതൃകയായി തീരട്ടെ എന്ന് അസോസിയേഷൻ സെക്രട്ടറി ഇൽസാന അലി സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് PV ബിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പരിപാടിയിലെ ഉദ്ദേശം അസോസിയേഷന്റെ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ് നമ്മൾ ഒത്തുചേരുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒത്തുചേരലുകളെ വിഭജിക്കുന്നതാണ്. കൂടിച്ചേർന്നുകൊണ്ടുള്ള, സ്നേഹം പങ്കിട്ടുകൊണ്ടുള്ള, പരസ്പര വിശ്വാസം ആർജിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതക്രമത്തെ പിന്നോട്ട് വലിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമുക്കിന്ന് നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെയാണ്? അതായത് ആധുനിക സാങ്കേതിക ഉപകരണ ശക്തികൾ, അതായത് അതിന്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ അവനിലേക്ക് ഒതുക്കി തീർക്കുകയാണ്. അത്താണി റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MK സിദ്ധാർത്ഥൻ, ജോയിന്റ് സെക്രട്ടറി VN മുഹമ്മദ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി.